ഇന്ന് ഏപ്രിൽ 27 ഞായറാഴ്ച. പല ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 28 തിങ്കൾ എന്ന് പറയുന്നത്. കാരണം ആ ദിവസമാണ് കാനഡയിലെ ഫെഡറൽ ഇലക്ഷൻ നടക്കുന്നത്. ഫെഡറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ. ഈ ഇലക്ഷൻ ഇത്ര പ്രത്യേകത വരാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അതിന് മുന്നോട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഭാവി എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇലക്ഷൻ ഡേ എന്ന് പറയുന്നത്. കാരണം അന്ന് രാത്രി തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയും ആ റിസൾട്ട് വരുമ്പോൾ ആരായിരിക്കും പുതിയ പ്രധാനമന്ത്രി എന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയാനും സാധിക്കും. കാനഡയുടെ പ്രധാനമന്ത്രി ആരായാലും എന്ത് എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും. ഇത് കാനഡയിലുള്ളവരെ മാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ലേ എന്നും പലർക്കും ചോദിക്കാം. പക്ഷേ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കാനഡയിലുള്ളവരെയും അതേപോലെ ഇനി കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെയും ഒരേപോലെയാണ്. ഈ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ളൊരു 5 വർഷക്കാലം കാനഡയുടെ ഭാവി എന്തായിരിക്കുമെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. ഇത് പലരെയും കാനഡയിൽ ഇനി പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെയും അതേപോലെ തന്നെ കാനഡയിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇവിടെ നിൽക്കുന്നവർക്ക് PR കിട്ടുമോ, ഇവിടെ തുടരാൻ പറ്റുമോ എന്നൊക്കെയുള്ള എല്ലാത്തിൻ്റെയും സംശയങ്ങളുടെ ഉത്തരം ലഭിക്കുന്നത് നാളെ തിങ്കളാഴ്ച റിസൾട്ട് വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയായിരിക്കും. പക്ഷേ കാനഡയിലെ പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മെയിൻ 2 പാർട്ടികളായിട്ടുള്ള ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും അവർ ഈ ഇലക്ഷൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇനി വരാൻ പോകുന്ന അവർ ചെയ്യാൻ പോകുന്ന പ്ലാനുകൾ എന്താണ്, പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള അവരുടെ ഫ്യൂച്ചർ, അവരുടെ എയിം എന്താണ് എന്നൊക്കെയുള്ള ഓൾറെഡി ഈ പ്രചാരണ വേളയിൽ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇലക്ഷൻ നടക്കുന്ന ഏകദേശം അതേ രീതിയിൽ തന്നെയൊക്കെയാണ് കാനഡയിലും ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നത്. ഇവിടുത്തെ പാർട്ടികളെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മെയിനായിട്ട് ഇവിടെ ഒരു 5 മേജർ പാർട്ടിയും ഒരു 10 മൈനർ പാർട്ടീസുമാണ് ഉള്ളത്. 5 മേജർ പാർട്ടികൾ എന്ന് പറയുന്നത് ലിബറൽ പാർട്ടി ഓഫ് കാനഡ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, അവരുടെ പാർട്ടിയാണ് ലിബറൽ പാർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടി ഓഫ് കാനഡ, അതാണ് ഇവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ. മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ബ്ലാക്ക് കെബക്വ, അതായത് മെയിൻ ക്യൂബക്കിലെ ഒരു മേജറായിട്ടുള്ളൊരു പാർട്ടിയാണത്. നാലാമത്തേതെന്ന് പറയുന്നത് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കാനഡ, ഷോർട്ട് ഫോമിൽ NDP എന്ന് പറയും. പല പഞ്ചാബികളും ആ പാർട്ടിക്കകത്തുള്ളത്. മാത്രമല്ല ഒരു പഞ്ചാബി ആയിട്ടുള്ള ജഗ്മീത് സിംഗ് ആണ് ആ പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നത്. ഇതൊക്കെ പുറമെ 5ാമത്തെ പാർട്ടിയായിട്ടുള്ള ഗ്രീൻ പാർട്ടി ഓഫ് കാനഡ. ഈ 5 പാർട്ടികളാണ് കാനഡയിലെ മേജർ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ വളരെ ചെറിയ അംഗസംഖ്യകളുള്ള പാർലമെൻറ്റിലൊന്നും അധികം മെമ്പർഷിപ്പ് ഒന്നും കിട്ടാത്ത ഏകദേശം ഒരു 10 പാർട്ടികളോളം ഇവിടെ കാനഡയിലുണ്ട്. അറ്റ് പ്രസൻറ്റ് ഇപ്പം ഇലക്ഷൻ മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന 2 പാർട്ടികൾ തമ്മിലാണ്. അറ്റ് പ്രസൻറ്റ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയും അതേപോലെ തന്നെ ഒപ്പോസിഷൻ പാർട്ടിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടി ഓഫ് കാനഡയുമാണ്. ലിബറൽ പാർട്ടിയുടെ പ്രസൻറ്റ് ഇപ്പം ലീഡർ എന്ന് പറയുന്നത് മാർക്ക് കാർണിയും അതേസമയം കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നത് പിയർ പൊലിയഫുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ പാർട്ടിയും അതേപോലെ തന്നെ ഒപ്പോസിഷനായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയും അവരെ ഒരു ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് അവർ ഓൾറെഡി പ്രഖ്യാപിക്കുകയുണ്ടായി. അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിലെ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി കാനഡയിൽ ഇമിഗ്രേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് എക്കണോമിക്കലി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയതും മാത്രമല്ല ഇവിടുത്തെ ലേബർ ഷോർട്ടേജ് എല്ലാം ഫില്ലായതുമൊക്കെ. ഇതുകൂടാതെ തന്നെ പല രാജ്യത്തു നിന്നുള്ള പല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയത് മൂലമാണ് ഈ കാനഡ എന്ന് പറയുന്ന ഒരു മൾട്ടി കൾച്ചറൽ കൺട്രി ആയിട്ട് ഇന്ന് അറിയപ്പെടുന്നത്. ഈ ഇലക്ഷൻ പ്രചാരണ വേളയിൽ പല കനേഡിയൻസും ഇവിടെയുള്ള മേജർ പാർട്ടികളുടെ എല്ലാം ലീഡേഴ്സായിട്ടുള്ള പല ആൾക്കാരോടും ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ഈ 2025 ഇപ്പോൾ കാനഡയിൽ ഉണ്ടായേക്കുന്ന ഒരു വലിയൊരു ലേബർ മാർക്കറ്റിലെ ഒരു വലിയ അൺസ്റ്റെബിലിറ്റിയും അതുകൂടാതെ തന്നെ ഹൗസിംഗ് ക്രൈസിസും ഇതിനൊക്കെ പുറമെ ഒരു ഹെൽത്ത് കെയറിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ഇത്ര ഡിലേ ഉണ്ടാവുന്ന ഈ സമയത്ത് തന്നെ ഇത്രയും അധികം ആൾക്കാർ ഇനിയും പുതിയതായിട്ട് ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട് പല രാജ്യത്തു നിന്നും വെൽക്കം ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്നും ഇത് കൂടാതെ തന്നെ അറ്റ് പ്രസൻറ്റ് ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ളവരെയും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ നിൽക്കുന്നവർക്കൊക്കെ PR കൊടുത്ത് പോപ്പുലേഷൻ കൂട്ടാൻ ഉദ്ദേശമുണ്ടോ എന്നാണ് ഈ കാൻഡിഡേറ്റ്സിനോടൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ചോദിക്കുന്ന മെയിൻ ചോദ്യം എന്ന് പറയുന്നത്. ലിബറൽ പാർട്ടിയുടെ ലീഡറായിട്ടുള്ള മാർക്ക് കാർണിയും അതേപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള പിയർ പൊലിയഫും അവരുടെ ഇമിഗ്രേഷൻ പ്ലാനുകൾ 2 വ്യത്യസ്ത വിധത്തിലാണ്.
ഈ ഇലക്ഷൻ ലിബറൽ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ മാർക്ക് കാർണി ആയിരിക്കും പുതിയ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കാൻ പോകുന്നതും. അദ്ദേഹം ഇമിഗ്രേഷൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് ഓൾറെഡി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് തന്നെ ഇമിഗ്രേഷൻ ഒരു രീതിയിലും നിർത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ പോലും ഇല്ല. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ഇമിഗ്രേഷൻ സിസ്റ്റം ഒന്ന് എണ്ണം കുറയ്ക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. എമിഗ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാനഡയിൽ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ പറ്റത്തുള്ളൂ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. 2025 തൊട്ട് 2027 വരെ കാനഡയിൽ ഇമിഗ്രേഷൻ വഴി ആൾക്കാർ PR കിട്ടി ഇവിടെ എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 3,95,000 ആൾക്കാരിലേക്ക് ഇത് കുറച്ച് കൊണ്ടുവരികയും അതും വരും വർഷങ്ങളിൽ ആ നമ്പർ വീണ്ടും കുറച്ചുകൊണ്ട് പോവുക മാത്രമാണ് അദ്ദേഹം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കാനഡയിൽ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഇവിടത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കുകയും അവർക്കെല്ലാം PR കൊടുത്ത് ഈ രാജ്യത്ത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാനഡയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടല്ല അദ്ദേഹം ഇതെല്ലാം അവതരിപ്പിച്ചേക്കുന്നത്. അതിന് പകരം ഇതൊരു മെഷേർഡ് അപ്രോച്ച് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രൊവിൻസിനൊക്കെ ആവശ്യത്തിനൊരു സമയം കൊടുക്കുകയാണ്. ഈ അവർക്കുണ്ടാകുന്ന ആ പ്രൊവിൻസിനൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി മറികടക്കാൻ ഒരു സമയമാണ് അദ്ദേഹം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹൗസിംഗ് ക്രൈസിസിനെയൊക്കെ മറികടക്കുന്ന എന്ന രീതിയിൽ പുതിയ ഹൗസുകളൊക്കെ വരികയും അതേപോലെ തന്നെ ഹെൽത്ത് കെയറിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി അതിനാവശ്യമുള്ള ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസൊക്കെ പുതിയതായിട്ട് വരികയും അതേപോലെ തന്നെ ഇപ്പോൾ ലേബർ മാർക്കറ്റിൻ്റെ ഒരു അൺസർട്ടനിറ്റിക്ക് മാറി സ്റ്റേബിളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവാനൊക്കെ ഒരു സമയം കിട്ടിയതിന് ശേഷം വീണ്ടും ഇമിഗ്രേഷൻ പുതിയതായിട്ട് തന്നെ അല്ലെങ്കിൽ വീണ്ടും നമ്പറുകൾ കൂട്ടിക്കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ടെമ്പററി റെസിഡൻസിന് ഒരു ക്യാപ്പ് കൊണ്ടുവരും എന്നാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ പല ക്യാപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഒക്കെ പല രീതിയിലുള്ള ക്യാപ്പ് ഇപ്പോൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇനിയും അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം വീണ്ടും ഒരു ക്യാപ്പ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആ ക്യാപ്പ് മെയിനായിട്ട് കൊണ്ടുവരുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്, ഫോറിൻ വർക്കേഴ്സിന്, അതേപോലെ തന്നെ അസൈലം സീക്കേഴ്സിനാണ്. ഇതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 2026 ഒരു അവസാനത്തോടു കൂടി ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം ടോട്ടൽ കാനഡയുള്ള പോപ്പുലേഷൻ്റെ ഒരു 5% ചുരുക്കുമെന്നാണ്. അതായത് കാനഡയിൽ PR ഇല്ലാത്തവരുടെ എണ്ണം വെറും 5% മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുകൂടാതെ തന്നെ അദ്ദേഹം ഫ്രാങ്കോഫോണിക്സ് ആയിട്ടുള്ള ഇമിഗ്രൻസിനെ ആയിരിക്കും ഇനി കൂടുതൽ വെൽക്കം ചെയ്യാൻ പോകുന്നത് എന്നും പറയുകയുണ്ടായി. അതായത് ഫ്രഞ്ച് കൂടുതൽ സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും ഇനി ന്യൂ കമ്മേഴ്സായിട്ട് കാനഡയിലേക്ക് വെൽക്കം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇമിഗ്രേഷൻ പ്ലാൻ എന്ന് പറയുന്നത് കാനഡയിൽ ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഉള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഫോറിൻ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്കെല്ലാം PR കൊടുക്കുക ഒരു ലേബർ മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ചായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇമിഗ്രേഷൻ ഈ രാജ്യത്തിന് വളരെയധികം ആവശ്യമാണ് എന്നാണ്. അതായത് കാനഡയുടെ ഒരു ഫ്യൂച്ചർ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഡിമാൻഡിനനുസരിച്ചായിരിക്കും എന്നാണ്. The system isn't working. And especially after the pandemic. Our population has gone up, I think, at about 3% per year because of immigration. And that's why we need to have a cap for a certain period of time. And I'd like to say that Canadians, Quebecers, and all Canadians, they want to welcome immigrants. There's no problem with Canadians' attitudes here at all. It's the responsibility of all of us. ഇനിയും ഓപ്പോസിഷൻ പാർട്ടിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള പിയർ ഫോളിയഫിൻ്റെ ഇമിഗ്രേഷൻ പ്ലാനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഇമിഗ്രേഷൻ പ്ലാനുകൾ എന്ന് പറയുന്നത് മാർക്ക് കാർണിയുടെ ഇമിഗ്രേഷൻ പ്ലാനുകളെ വെച്ച് നോക്കുമ്പോൾ എൻ്റർലി ഡിഫറൻ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഇമിഗ്രേഷനിലൊരു പോസ് കൊണ്ടുവരണമെന്നാണ്. അതായത് അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിലെ ഇമിഗ്രേഷൻ എല്ലാം ഒരു ഓവർ സ്ട്രെയിൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കൂടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ എല്ലാം ഒരു പോസ് കൊണ്ടുവരണമെന്നാണ്. എന്നാൽ ഈ പോസ് ഒന്നും മാറ്റിയാൽ പോലും കാനഡയിലെ PR കൊടുക്കുന്നവരുടെ എണ്ണം അത് ഗണ്യമായിട്ട് കുറച്ച് ഒരു വർഷം 2,50,000 താഴെ എത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കൂടാതെ തന്നെ ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം വളരെയധികം കുറയ്ക്കാനും അദ്ദേഹത്തിന് പ്ലാനുണ്ട്. ഇപ്പോഴുള്ള ഇമിഗ്രേഷൻ സിസ്റ്റത്തിലെ പഴുതുകളെല്ലാം അടച്ച് അർഹരായിട്ടുള്ളവർക്ക് മാത്രം PR കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്.
കറൻ്റ്ലി കുറേ അധികം ആൾക്കാർ ഒരു മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ PR ഒക്കെ നേടി ഇപ്പം കാനഡയിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മോണിറ്ററിങ് സിസ്റ്റം വഴി കറക്റ്റ് അർഹതയുള്ളവർക്ക് മാത്രമേ PR കൊടുക്കത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്ലാനുകളൊന്നും ഒരു ലോങ് ടേം ഗോളിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല. അതായത് അദ്ദേഹം വിശ്വസിക്കുന്നത് അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ മറികടന്നതിന് ശേഷം മാത്രമേ ഇമിഗ്രേഷൻ ഇനി പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ എന്നാണ്. അതായത് ഇവിടുത്തെ ഒരു ഹൗസിംഗ് ക്രൈസിസ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയറിൻ്റെ ഒരു പ്രശ്നങ്ങളായിക്കോട്ടെ, അതുമല്ല എക്കണോമിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി എമിഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. This week, Mark Carney added Mark Wiseman to his list of advisors on Canada-US relations. Mark Wiseman was the co-founder of the Century Initiative, a lobby group that wants to bring Canada's population to 100 million people by 2100. Can I get your reaction to that, and what do you think? How do you feel about the idea of rapidly expanding Canada's population to reach 100 million by the end of the century? Well, it shows that the Liberals would be no different in a fourth term than they were in the first three. The Liberals destroyed our immigration system in their first three terms in power. They followed a radical globalist ideology of massive, uncontrolled population growth that put strain on our housing market, our healthcare, and our job market. Now, corporate elites like Mr. Wiseman and Mr. Carney loved it because it drives wages down. It takes jobs away from our workers in numbers that we can't replace by growth in the job market. But it's terrible for our working class. And by bringing on Mr. Wiseman, it shows that Mark Carney supports the Liberal Century Initiative to nearly triple our population to 100 million people. We voted against the Century Initiative in the House of Commons, and the Liberals voted for the Century Initiative unanimously. That is the radical Liberal agenda on immigration. We will get back to moderate, reasonable levels of immigration. Our country was built by common sense immigration, but we need to ensure we grow the housing supply, our healthcare, and our jobs faster than we grow our population. പിയർ പൊളിയഫ് വിശ്വസിക്കുന്നത് ഈ എമിഗ്രേഷൻ പോസ് കൊണ്ടുവരുന്ന മൂലം ഇപ്പോൾ ഉള്ള പ്രതിസന്ധികളെല്ലാം മറികടക്കാം എന്നാണ്. എന്നാൽ ബാങ്ക് ഓഫ് കാനഡ പറയുന്നത് ഇങ്ങനെ ഒരു എമിഗ്രേഷനിൽ ഒരു പോസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ക്രൈസിസ് ആയിക്കോട്ടെ, ഹൗസിംഗ് ക്രൈസിസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും എങ്കിൽ പോലും ഒരു ലോങ് ടേം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാനഡയിൽ ഇപ്പോൾ ഒരു ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഏജിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഏജിങ് പോപ്പുലേഷൻ കൂടുന്ന കാരണം കാനഡയിൽ ഇമിഗ്രേഷൻ ഇനി വളരെയധികം കൂടിയില്ലെങ്കിൽ വർക്കിംഗ് പീപ്പിളിൻ്റെ എണ്ണം വളരെയധികം കുറയുകയും അതുമൂലം എക്കണോമി ഭയങ്കരമായിട്ട് മോശമായിട്ട് ഭവിക്കുകയൊക്കെ ചെയ്യും എന്നാണ്. രണ്ട് പേര് പറയുന്ന കാര്യങ്ങളിലും കുറച്ച് നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് മോശവശങ്ങളും ഉണ്ട്. എന്നിരുന്നാലും നാളത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള കനേഡിയൻസ് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് എമിഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു പോസ് ചെയ്യണോ, അതല്ല എമിഗ്രേഷൻ ഒന്ന് സ്ലോ ആയിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും ബാക്ക് ടു നോർമൽ ആക്കണോ എന്നുള്ളത് നമുക്ക് ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം ആ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിലുള്ളവർക്കും ഇനി ഫ്യൂച്ചറിൽ കാനഡ വരാനിരിക്കുന്നവർക്കും എല്ലാം ഭാവി നിശ്ചയിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.